ഇന്ന് ഞാൻ മുടിയൊക്കെ കെട്ടി ഒരു പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകട്ടോ. സോ ഇതാണ് പാക്ക്, കണ്ടോ. ഇതിൻ്റെ പേര് റിവൽ വൈറ്റമിൻ സി ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. ഇതിനൊക്കെ ദുബായിൽ നിന്ന് എൻ്റെ സിസ്റ്റർ കൊടുത്തതാണ് കേട്ടോ. സൂപ്പറാണ്. സോ ഞാനിത് യൂസ് ചെയ്തിരുന്നില്ല. യൂസ് ചെയ്തപ്പം എന്നോട് പറഞ്ഞു ഭയങ്കരമായിട്ടും എല്ലാ ഡർട്ടൊക്കെ മാറി, ഇങ്ങനെയാണ് വരുന്നത്, ഒരു ക്ലേ കൺസിസ്റ്റൻസിയാണ്. സോ എൻ്റെ സിസ്റ്ററും എൻ്റെ ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡൊക്കെ ഒരുപാട് എക്സ്പോഷർ ഉള്ളതാണ് വർക്കിൻ്റെ. അപ്പം വെയിലിൻ്റെ ടാനൊക്കെ മാറിയപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അഭിപ്രായം വന്നു. ദെൻ എന്തുകൊണ്ട് നമുക്കൊന്ന് നോക്കിക്കൂടാ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അവരോട് റെക്കമെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം എൻ്റെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിരുന്നില്ല. പക്ഷേ നല്ല ഡേർട്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു, ചൊറിഞ്ഞു വരുമോ എന്നൊക്കെ. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് വേണ്ടി എന്നുകൊണ്ട് തന്നെയാണ്, കാരണം മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുമെങ്കിൽ നമുക്ക് നല്ലതല്ലേ. സോ ഇനിയിപ്പം ഇത് ലുലുമാളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എറണാകുളത്തും ഫോറം മാളിലും ലുലു മാളിലും ലുലു ഹൈപ്പർ മാർക്കറ്റിലും, കാരണം ദുബായിൽ നിന്നാണ് എനിക്കിത് സിസ്റ്റർ കൊണ്ട് തന്നത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ഇട്ടിട്ട്, എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിൽ ഡ്രൈ ടു നോർമൽ ആണ് എൻ്റെ സ്കിന്ന്, സെൻസിറ്റീവ് ആണ്, വാം ആണ് എൻ്റെ അണ്ടർ ടോണ്, വാം യെല്ലോ ആണ്. സോ നമുക്കത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാവേ. നിങ്ങൾക്കറിയാലോ കണ്ണിൻ്റെ അടിയിലൊന്നും കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, ഇടുക ചെയ്യരുത് കേട്ടോ. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാലും കണ്ണിൻ്റെ അടിയിലെ ഡ്രൈനെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ മാറാൻ ഐസ് ബാഗോ ഐസ് വെള്ളത്തിൽ കുറച്ചു നേരം മുഖം മുക്കി വെക്കുന്ന പരിപാടിയോ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ട്രിക്കുകളും നല്ല നല്ല ട്രിക്കുകളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി കുറച്ച് പേർക്ക് അറിയാത്തതുണ്ടെങ്കിൽ നല്ലതാണല്ലോ, അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചാട്ടോ പറയുന്നത്. സോ ഞാനിത് മൊത്തം നന്നായിട്ട് വളരെ കട്ടിയായിട്ട് ഇടുകയും ചെയ്യരുത്. ഒരു പാക്ക് നമ്മൾ കട്ടിയായിട്ട് ഇടരുത് കേട്ടോ. നമുക്ക് 10 ദിവസത്തെ എഫക്റ്റ് ഒരു ദിവസം കൊണ്ടാന്ന് വിചാരിക്കുന്നത്, സ്കിൻ ബേൺ ആവും. ദെൻ എല്ലാ ഒരു ഡയറക്ഷൻ വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ ലോ വേർഡിൽ ചെയ്താൽ തന്നെയും ഇങ്ങനെ പുരുകത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അപ്പോൾ സ്കിൻ അങ്ങോട്ടേ പോകത്തുള്ളൂ. ഒരു പ്രാവശ്യം ചെയ്താലും അത് സ്കിന്നിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഞാൻ വളരെ നേരത്തെ ഒരു ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മുകളിലേക്ക് കൈ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്, ബ്രഷ് വെച്ചും ചെയ്യാം. എനിക്ക് കൈ ഭയങ്കരമായിട്ടും കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മുകളിലോട്ട് മാത്രം ചെയ്യുക, മൂക്കിൽ നിന്നും മുകളിലോട്ട് ചെയ്യുക, ഇവിടുന്ന് സൈഡിലോട്ട് മുകളിലോട്ട് ചെയ്യുക. അത് വളരെ ഹെൽപ്പ് ചെയ്യും സ്കിന്നിനെ. സോ ചിലർ ചുണ്ടിലൊക്കെ ഇടുന്ന കാണാറുണ്ട്, വേണ്ട, അതൊക്കെ സ്കിന്നൊക്കെ ബേൺ ആകും. ഇതൊരു 3 മിനിറ്റ് എനിക്ക് തോന്നുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. 10 to 15 മിനിറ്റ് നമ്മൾ ലീവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം എൻ്റെ സ്കിന്നിൽ. ഓക്കെ, ഡിപ്പെൻഡ് ഓൺ ദ സ്കിൻ ടൈപ്പ്. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. 15 മിനിറ്റ് വരെ മാക്സിമം, അതിൽ കൂടുതൽ നിൽക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് അറിയാം. ഓക്കെ, നല്ല സോഫ്റ്റായി, സപ്പിളായി, ക്ലീനായി, വേറൊന്നും പറയാനില്ല. സോ എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ബൈ.